മച്ചാമാരെ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഉഷാറല്ലേ? അപ്പോ നിങ്ങളോടൊരു ചെറിയൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾ കേൾക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. വിഷയമൊന്നുമല്ല, നമ്മുടെ റെയിൽവേ. നമ്മളെ ഏറ്റവും കൂടുതൽ വലിയ അത്ഭുതം തന്നെയാണല്ലോ റെയിൽവേ. ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. എല്ലാ സൗകര്യവിധ സുഖസുന്ദരാദനങ്ങളുമുള്ള ഒരു വലിയൊരു സെറ്റപ്പാന്ന് പറയും നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ. അപ്പൊ നമ്മുടെ റെയിൽവേയിൽ എനിക്ക് തോന്നുന്ന കേരളം, നമ്മുടെ സ്റ്റേറ്റിൽ റെയിൽവേയെ കുറിച്ച് പറയുമ്പോൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട വികസനങ്ങൾ, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കോടികളുടെ വികസനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, വടകര സ്റ്റേഷൻ, പല സ്റ്റേഷനിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിനിന്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ ഇവിടെ നിന്നും അപകടനയാണ്. എത്രയോ ബഡ്ജറ്റ് കഴിഞ്ഞു പോയി മച്ചാമാരെ കേരളത്തിൽ, പിന്നെ കേന്ദ്രത്തിൽ. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റ് പിന്നീട് അതെന്താക്കി ധനകാര്യ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തി. അതിനായിട്ടൊരു ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിൽ ഈ ഗവൺമെന്റ്, ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് എന്നൊരു ബഡ്ജറ്റ് ഇല്ലാതെ അത് ധനകാര്യ ബഡ്ജറ്റിന്റെ കീഴിലാക്കി മാറ്റി. എന്നിട്ടും അതിന്റെ മുന്നേയും റെയിൽവേക്കാരുള്ള ബഡ്ജറ്റിലും ഒന്നും യാതൊരു ആനുകൂല്യങ്ങളും ഗുണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പേരിലുണ്ടെന്ന കുറച്ച് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ട് അങ്ങ് പോകുന്നല്ലാണ്ട് ട്രെയിനിന്റെ കാര്യത്തിൽ ഒരു ഗുണമില്ല. സ്റ്റേഷനൊക്കെ വികസിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ എന്നാൽ ട്രെയിനിന്റെ കാര്യത്തിലോ യാതൊരു ഇതില്ല. നമ്മുടെ പരശുറാം ആയിക്കോട്ടെ, നമ്മളൊക്കെ നിത്യേന യാത്ര ചെയ്യുന്ന ഏറനാട്, പരശുറാം, അങ്ങനെ പിന്നെ നേത്രാവതി, ഒരുപാട് ട്രെയിനുകളുണ്ട്. അതിലൊക്കെ കോച്ച് വളരെ വളരെ കുറവാണ്. അതിലൊക്കെ ഒരു എക്സ്ട്രാ ജനറൽ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ജനറൽ കോച്ച് വെച്ചാൽ തന്നെ അതിനെ കൊണ്ട് റെയിൽവേക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും. അത്രയും ആളുകൾ ഇപ്പോൾ റെയിൽവേ ആശ്രയിക്കുന്നുണ്ട്, ഈ ട്രെയിനൊക്കെ ആശ്രയിക്കുന്നു. എന്നിട്ടും ഇതിലൊക്കെ ഒരു കുറച്ച് ജനറൽ കോച്ചൊക്കെ വളരെ, ഈ പ്രത്യേകിച്ച് നേത്രാവതിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കോഴിക്കോട് നിന്നൊക്കെ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഭാഗത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് കഷ്ടപ്പാടാണ്. കാരണം അതിലാകെ ഒരു കോച്ചേ ഉള്ളൂ, ബേക്കിലും ഒരു കോച്ച് ഉണ്ട് തോന്നുന്നു. ആ ഒരു കോച്ചിൽ പകുതി പാർസലാണ്. എന്തിനാണ് ഇങ്ങനെ പിശിക്കേണ്ട ആവശ്യം? അതിലൊരു എക്സ്ട്രാ 2-3 കോച്ച് ഘടിപ്പിച്ചുകൊണ്ട് റെയിൽവേക്ക് വലിയ നഷ്ടമോ ഭൂമി കുലുക്കോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് യാത്രക്കാർ ഇനിയും വരും. അപ്പൊ അതിലൊക്കെ എന്തിനാണ് ചവിട്ടിപ്പിടുത്തം റെയിൽവേയുടെ? അതുപോലെ ഈ പരശുറാമിന്റെ കാര്യത്തിൽ, രാവിലെ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന പരശുറാം 8:30 ആ സമയത്ത് പോകുന്ന വണ്ടി, അതിലൊക്കെ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. ആ ട്രെയിൻ ഇവിടെ കൊയിലാണ്ടി പിടിച്ചിടും, ഏത് വന്ദേ ഭാരത് എന്ന് വന്ന ട്രെയിന് വേണ്ടി. അത്രയും നേരം അവിടെ പിടിച്ചിടും, എത്രയോ മണിക്കൂറുകളോളം. ഒരുപാട് പേര് അതിൽ തലകറങ്ങി പോകുന്നു. അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള, അത് റെയിൽവേ എന്താ പറയാ, യാത്രക്കാരോട് ചെയ്യുന്ന ഒരു ക്രൂരതാണ്. ഇന്നലെ വന്ന ഒരു വന്ദേ ഭാരതിന് വേണ്ടി എത്രയോ കാലാകാലമായി കേരളത്തിൽ ഓടുന്ന, അത്രയും ലാഭം കിട്ടുന്ന ഒരു പരശുറാം പോലെയുള്ള ഒരു ട്രെയിനിനെ അതിന്റെ പേരിൽ പിടിച്ചിടുക എന്നൊക്കെ പറയാൻ വളരെ മോശമാണ്. വന്ദേ ഭാരത് വേണ്ടെന്നല്ല പറഞ്ഞത്, അങ്ങനെ ഒരു സിസ്റ്റമും ട്രെയിനും ഇവിടെ വേണം. പക്ഷേ അതിലൊക്കെ ഒരു ചെറിയ ടൈം ടേബിൾ ക്രമം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പരശു പിടിച്ചിരുന്ന തരത്തിലേക്കുള്ള ഒരു രീതി മാറ്റി വെച്ചാൽ, അതിലൊക്കെ ഒരു ടൈം ടേബിൾ, ഒരു ചാർട്ട് തയ്യാറാക്കിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. യാത്രക്കാർക്ക് അനുകൂലമായ രീതിയിൽ. അതൊന്നും റെയിൽവേ ചെയ്യുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ ചുമ്മാ വികസിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് വേണ്ടെന്നല്ല. അതനുസരിച്ച് ട്രെയിനിൽ അതുപോലെ പരശുരാമിനൊക്കെ കോച്ച് പഴയ കോച്ചാണ്, പരശുരാമ ഏറനാടിൻ്റെയൊക്കെ ആ കോച്ചൊക്കെ മാറ്റി പുതിയ കോച്ച് ഘടിപ്പിക്കുക. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സൗകര്യമാണ്, ഒരുപാട് അപ്ഡേഷൻ റെയിൽവേയിലും നടക്കുന്നില്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ട്രെയിനിലും, സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്, ട്രെയിനിലും കൊണ്ടുവരിക കുറെ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കോഴിക്കോട് നിന്ന് മറ്റേ കോയമ്പത്തൂർ കണ്ണൂർ പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയോ മണിക്കൂർ ട്രെയിനില്ല. പിന്നെ 9:30ക്കാണ് മറ്റേ എക്സിക്യൂട്ടീവ് ട്രെയിൻ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു 2 ട്രെയിൻ, ഒരു 2 ട്രെയിനെങ്കിലും ഓടിച്ചാൽ റെയിൽവേക്ക് നഷ്ടമൊന്നുമില്ല, ലാഭം ഉണ്ടാവും. മലബാർ എന്ന് പറയുന്ന ഈ ഭാഗത്തോട് എന്നും റെയിൽവേക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, പിന്നെ ഇവിടെ എന്താ പറയാ, കണ്ണൂർ, കാസർഗോഡ്, മറ്റേ കോഴിക്കോട്, ഈ ഭാഗത്തിനോടൊക്കെ എന്നും ഒരു അവഗണനയായിട്ടാണ് റെയിൽവേയുടെ പെരുമാറ്റം. ഇവിടേക്ക് ഒരു ട്രെയിൻ എക്സ്ട്രാ ഓടിക്കുന്നില്ല. അത് മാത്രമല്ല, കേരളത്തിൽ പല പദ്ധതികളുണ്ട്, ശബരി പദ്ധതി, നഞ്ചൻകൂട്, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ ഇപ്പോഴും ഏഞ്ഞ് നീങ്ങുകയാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുക. ആ പദ്ധതികൾക്കൊക്കെ സ്ഥലം ഏറ്റെടുക്കുക, അതൊരു സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഉടമകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. അതിനൊക്കെ റെയിൽവേക്ക് യാതൊരു ദാരിദ്ര്യവും നഷ്ടവുമില്ല. അത്രയും കോടികൾ കൊയ്യുന്ന ഒരു ധനകാര്യ പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പൊ ആ പദ്ധതികളൊക്കെ എത്രയും പെട്ടെന്ന് മനോഹരമായിട്ട് ആവിഷ്കരിക്കുക, ജനങ്ങൾക്ക് അതൊക്കെ തുറന്നു കൊടുക്കുക, കേരളത്തോടുള്ള അവഗണന മാറ്റി നിർത്തുക. ഇപ്പോഴും കേരളത്തിന് സ്വന്തമായിട്ട് ഏത് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു റെയിൽവേ മന്ത്രി ഉണ്ടാവില്ല. അതൊരു ഉത്തരേന്ത്യൻ ലോബിക്ക് മാത്രം അവകാശപ്പെട്ട രീതിയിൽ അങ്ങോട്ട് പോക്കുക ചെയ്യുക. ആകെ രാജഗോപാൽ എന്ന വ്യക്തി മിനിസ്റ്ററായിട്ട് കഴിഞ്ഞ വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദ് UPA ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും, അഹമ്മദ് ട്രെയിനിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരുപാട് മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ട് പല വികസന പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന്, അവരുടെ പാസഞ്ചേഴ്സിന്റെ നിന്ന് പരാതി സ്വീകരിക്കാനും വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര പൂർണ്ണമാവുന്നതിന് മുന്നേ അദ്ദേഹത്തെ മാറ്റി വിദേശകാര്യത്തിലേക്ക് മാറ്റിയ ചരിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ലോബി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെയുള്ള ഒരു മിനിസ്റ്റർ നിർബന്ധമായി നമ്മുടെ ഏത് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഏത് മന്ത്രിസഭ അധികാരത്തിൽ വന്നാലും കേന്ദ്രത്തിൽ വേണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ, എൻ്റെ ഒരു അഭിപ്രായം.
മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എംപിമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവരുടെ ശബ്ദത്തിന് ഒരു വില കൽപ്പിക്കുന്നില്ല. ചിലതൊക്കെ അനുവദിച്ച് തരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൊയിലാണ്ടിയിൽ ഇന്റർസിറ്റിക്ക് സ്റ്റോപ്പ് അനുവദിക്കണം, നേത്രാവതിക്ക് സ്റ്റോപ്പ് അനുവദിക്കണം എന്നൊക്കെ വടകര ലോക്സഭാ മണ്ഡലം എം പി ശ്രീ മുരളീധരനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ചെയ്തുകൊണ്ടിട്ടില്ല. അത് മാത്രമല്ല, ശ്രീ എം കെ രാഘവൻ കോഴിക്കോട് എം പി, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ അതൊന്നും എത്തേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം. ഒരു കേന്ദ്ര റെയിൽവേ സാമന്ത്രി കേരളത്തിൽ ഉണ്ടെങ്കിൽ, ഏത് ക്യാബിനറ്റിലായാലും ഏത് മിനിസ്ട്രിയിലായാലും ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് വളരെ കേരളത്തിന് ഒരു വില, എന്താ പറയുക, ഒരു വാല്യൂ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.